Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മേരി പാർക്കർ ഫോളറ്റിൻ്റെയും അതേപോലെ തന്നെ എൽട്ടൺ മേയോൻ്റെയും പുതിയ സിദ്ധാന്തങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെന്ന്. അപ്പോൾ അതിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിലേക്ക് വന്നപ്പോൾ ഹെൻറി ഫെയോളും സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലേക്ക് വന്നപ്പം FW ടൈലറുടെയും പുതിയ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ബാക്കിയുള്ള ഇതേപോലെ തന്നെ അതിപ്രശസ്തരായ കുറച്ച് ആളുകൾ കൊണ്ടുവന്നിരിക്കുന്ന മാനേജ്മെൻറ്റ് രീതിയിൽ വരുന്ന കുറേ മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇനിയൊരു ഒന്ന് രണ്ട് ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറയുന്നത്. അവർ ബോസ്റ്റണിൽ ജനിച്ചൊരു വ്യക്തിയാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് എഡ്യൂക്കേഷനൊക്കെ ഉണ്ടായിരുന്നത്. മെയിനായിട്ട് സ്റ്റഡി ചെയ്ത് പൊളിറ്റിക്കൽ എക്കണോമിക്, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി, ലോ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ തിങ്കർ കൂടിയായിരുന്നു അവരെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് ഫങ്ഷണൽ അതോറിറ്റിയിലും കോർഡിനേഷൻ, ലീഡർഷിപ്പ്, കൺട്രോളിങ്, ഹാൻഡ്ലിങ്, കോൺഫ്ലിക്റ്റ് ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രധാന സംഭാവനകൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഷീ എക്സ്പ്രസ്ഡ് ഹെർ വ്യൂസ് ഇൻ ഹെർ ഫേമസ് ബുക്ക് ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് അതർ പേപ്പേഴ്സ്. മറ്റുള്ള പേപ്പേഴ്സിലും ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് എഴുതിയിട്ടുണ്ട് മേരി പാർക്കർ ഫോളറ്റ്. അപ്പോൾ അതിൽ ഒക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ വ്യൂ പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ബേസിക് പ്രോബ്ലം ഏതൊരു ഓർഗനൈസേഷനെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബിസിനസ് ഓർ അതർവൈസ് വാസ് ഹാർമണൈസേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്ട്. ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുകയും അതിൻ്റെ എഫേർട്ടിനെ നമുക്ക് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഹാർമണൈസ് ചെയ്ത് പോയാൽ മാത്രമാണ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ കുറേ പോരായ്മകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അവർ സ്റ്റഡി ചെയ്തിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മേരി പാർക്കർ ഫോളറ്റ് വാസ് ദ ഫസ്റ്റ് ലേഡി ഇൻ ദ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. അപ്പം നമുക്ക് മേരി പാർക്കർ ഫോളറ്റിനെ കുറിച്ച് എഴുതാനോ അവരുടെ ഒരു മെയിൻ വ്യൂ പോയിന്റ് ചോദിച്ചാൽ എഴുതേണ്ട കുറച്ച് പോയിന്റുകളാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയിലായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ആദ്യത്തെ ഒരു വനിത കൂടിയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തത്. ഷി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഫോക്കസ് ഓൺ ദ തിയറി ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനെയും ബേസ് ചെയ്തുകൊണ്ട് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തതും ശരിക്കും അതിൽ വന്ന ഒരു ഫസ്റ്റ് ലേഡി എന്നുള്ളൊരു അവകാശം കൂടി മേരി പാർക്കറിനുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തത് മോഡേൺ മാനേജ്മെൻറ്റ് ഏരിയാസൊക്കെ തന്നെയായിരുന്നു. മെയിൻ നമ്മൾ പറഞ്ഞ പോലെ കോർഡിനേഷനും ലീഡർഷിപ്പും പവറും അതോറിറ്റി, കോൺഫ്ലിക്റ്റ്, മെഡിറ്റേഷൻ, അതേപോലെ ഗ്രൂപ്പ് ബിഹേവിയർ എങ്ങനെയാവണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ചർച്ചകളും അതുപോലെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഗിവിങ് ഓർഡേഴ്സ് ഷീ സെഡ് ദാറ്റ് ദർ ആർ 4 ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ ഗിവിങ് ഓർഡർ. ഒരു ഓർഡർ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ 4 പ്രധാന തത്വങ്ങളുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. അതിൽ ആദ്യത്തേതെന്ന് പറയുമ്പോൾ കോൺഷ്യസ് ആറ്റിറ്റ്യൂഡ്. വളരെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ ശ്രദ്ധാപൂർവമുള്ള ഒരു മനോഭാവത്തോടെ വേണം ഓർഡേഴ്സ് നമ്മൾ കൊടുക്കാൻ. റെസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ്, ഇനി അത് കൊടുക്കുന്നത് ആർക്ക്, എങ്ങനെയാണ്, അവരുടെ ഉത്തരവാദിത്വം, അതിനുള്ള മനോഭാവം. എക്സ്പെരിമെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഇനി ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് ചിലപ്പം ചില പരീക്ഷണങ്ങൾ കൂടി, അപ്പം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട്. ആൻഡ് പൂളിംഗ് ദ റിസൾട്ട്സ്, ഇതിലൂടെ എല്ലാം കിട്ടുന്ന വിവരങ്ങളെ നമ്മൾ കളക്ട് ചെയ്യാം. അപ്പോൾ അക്കോർഡിംഗ് ടു ഫോളറ്റ് പവർ മസ്റ്റ് ബി ഡിഫൈൻഡ് ആസ് എ സിമ്പിൾ എബിലിറ്റി ടു മേക്ക് തിങ്സ് ഹാപ്പൺ. നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം അതേ അളവിൽ നടത്തിയെടുക്കാനുള്ള ആ ഒരു കഴിവിനെ തന്നെയാണ് നമ്മുടെ പവർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ടു ബി ക്യാഷ്വൽ ഏജൻറ്റ് ആൻഡ് ടു ഇനീഷ്യേറ്റ് ചേഞ്ച്, ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്കവിടെ സാധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫോളറ്റ് ഡിഫൈൻ ചെയ്ത അതോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഹാസ് ദ റൈറ്റ് ടു ഡെവലപ്പ് ആൻഡ് എക്സൈസ് പവർ. അവർക്ക് ഒരു വികസനം കൊണ്ടുവരാനും അവരുടെ ആ ഒരു അധികാരം അവിടെ നടപ്പിൽ വരുത്താനുമുള്ള കഴിവിനെ തന്നെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അത് ഇറ്റ് ബിലോങ് ടു ദ ജോബ് ആൻഡ് സ്റ്റേറ്റ്സ് വിത്ത് ദ ജോബ്, എപ്പോഴും ഒരു ജോലി സംബന്ധമായിട്ടുണ്ടാവുകയും അത് ജോബിനോടൊപ്പം തന്നെ നിൽക്കുന്നതായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി കോർഡിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിലോ, കോർഡിനേഷൻ എന്ന് പറയുന്നത് ഹാർമോണിയസ് ഓർഡറിങ് ഓഫ് ഫാക്ട്, എന്താണ് യഥാർത്ഥമായ വസ്തുത അതിനെയൊക്കെ ഏകീകരിക്കുക എന്നുള്ളതിന് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് സ്കീം ഓഫ് സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് സെൽഫ് കോർഡിനേഷൻ ഓഫ് വേരിയസ് ഇൻട്രസ്റ്റ്. പല കാര്യങ്ങളുടേതുമായി ബന്ധപ്പെട്ട് വരുന്ന താല്പര്യങ്ങളെ അത് വ്യക്തിയിലേക്ക് മാറ്റുമ്പോൾ വ്യക്തിപരമായിട്ടൊരു കോർഡിനേഷനും അഡ്ജസ്റ്റ്മെൻറ്റിലും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ്
ഓഫ് സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ കോർഡിനേഷൻ. അപ്പം അങ്ങനെ സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് നടത്തണം അല്ലെങ്കിൽ സാധ്യമാവണമെങ്കിൽ അത് ഏതിലൂടെ മാത്രമേ നടക്കുള്ളൂ? കോർഡിനേഷനിലൂടെ മാത്രമാണ് നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലീഡർഷിപ്പിനെ കുറിച്ചാണ്. ഇസ് നെസസറി മാനേജ്മെന്റ് സ്കിൽ തന്നെയാണ്. അവരെ സംബന്ധിച്ചോളം ലീഡർഷിപ്പിന്റെ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ വൺ ആൻഡ് നോട്ട് ആൻ അതോറിറ്റേറിയൻ വൺ. അതൊരു ഫങ്ഷന്റെ ഭാഗമായിട്ട് മാത്രം, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമേ അവിടെ ലീഡർഷിപ്പ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു അതോറിറ്റേറിയൻ ആയിട്ട് മാറുന്ന ലീഡർഷിപ്പ് നല്ലതല്ല എന്നുള്ളതാണ് പറയുന്നത്. നോട്ട് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ബട്ട് വൺ ഹൂ ക്യാൻ സീ ഓൾ അറൌണ്ട് എ സിറ്റുവേഷൻ, who see it related to certain purpose and policy, who sees it evolving into the next situation, who understand how to pass from one situation to another. എല്ലാം സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പറയുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുക. ആൻഡ് 3 ക്രിട്ടിക്കൽ ഫങ്ഷൻ ആണ് ഒരു ലീഡറെ സംബന്ധിച്ചോളം ഉള്ളത്. ഒന്ന് കോർഡിനേഷൻ, ഡെഫിനേഷൻ ഓഫ് പർപ്പസ് എന്തിനു വേണ്ടിയിട്ട്, ആൻഡ് അതിൻ്റെ റിസൾട്ട് ആൻറ്റിസിപ്പേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ ലീഡർ എന്ന് പറയുന്നത് ജന്മന വരുന്നൊരു സംഭവമല്ല, അത് നമ്മൾ ആയി മാറുന്ന ഒരു പ്രോസസ്സ് തന്നെയാണെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഫോളോഡ് എക്സ്പ്രസ് ചെയ്ത അവരുടെ വ്യൂ പോയിന്റ്സ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള 4 പ്രിൻസിപ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട്. അതായത് എപ്പോഴും കുറച്ചും കൂടി നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, കോർഡിനേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ആരുമായിട്ടാണോ വേണ്ടത് അവരുമായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റും കമ്മ്യൂണിക്കേഷനും ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഏർലി സ്റ്റാർട്ട്. ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താ, ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം വേണ്ടതല്ല, അത് എപ്പോഴോ ഏതൊരു പ്രവൃത്തി തുടങ്ങുന്നതിന് ഏറ്റവും മുന്നേ തുടങ്ങേണ്ട ഒരു സംഭവം തന്നെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. അപ്പോൾ കോർഡിനേഷൻ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദർ ഈസ് എ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് മെമ്പേഴ്സുമായിട്ടുണ്ടായി. നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നോ അതിൻ്റെ റിസൾട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു മനോഭാവവും അതേപോലെ തന്നെ സ്നേഹവും കടപ്പാടും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വരുമ്പോഴാണ് അതിലൊരു കോർഡിനേഷൻ ഉണ്ടാവുന്നത്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അവിടെ നമ്മൾ പറഞ്ഞു ഇത് വളരെ ഏർലി സ്റ്റേജിൽ തുടങ്ങേണ്ട ഒന്നാന്ന് പറഞ്ഞു. ഏറ്റവും പ്ലാനിങ്ങിൻ്റെ ഒക്കെ മുന്നേ തന്നെ വേണ്ടത് ആദ്യം കോർഡിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റേജിലും അത് കഴിയുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു പ്രോസസ്സ് കൂടിയാണെന്നുള്ളതാണ് പറഞ്ഞത്. ഇത്രയാണ് മേരി പാർക്കർ ഫോളറ്റിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തത്. എൽട്ടൺ മേയോ ആണ് അടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഇതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. ഇവിടെ ജോർജ് എൽട്ടൺ മേയോ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഹ്യൂമൻ റിലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ ബിഹേവിയർ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തൊരു വ്യക്തി കൂടിയാണ്. സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ഒരു പൈനിയർ എന്നുള്ള ലെവലിലാണ്. അവിടെ റിലേഷൻഷിപ്പിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു മേയോ കോൺസെൻട്രേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബിഹേവിയർ ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഓരോ വർക്കറുടെയും അവരുടെ സ്വഭാവത്തിലെ പെരുമാറ്റ രീതികളും അതുപോലെ അതെങ്ങനെയൊക്കെയാണ് ഒരു ഫേമിൽ കുറച്ചുകൂടി കപ്പാസിറ്റി പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതൊരു ക്ലിനിക്കൽ മെത്തേഡ് അപ്രോച്ചിലാണ് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയുടെ പേരാണ് ഹാത്തോൺ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഹാത്തോൺ എന്ന് പറയുന്നത് US ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ച് നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഈ ഒരു സ്റ്റഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു മാനുഷിക ബന്ധങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ എന്ന് പറയുന്നത് വി മീൻ ദ പ്രോസസ് ഓഫ് ഇന്റർ റിലേഷൻ ഓഫ് പേഴ്സൺസ് വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ ഒരു ബന്ധം അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ് തന്നെയാണ് ഹ്യൂമൻ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് became popular after Mayo's experiment is the human behavior which was a great bearing on the അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ആൻഡ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്. ഇദ്ദേഹം ഇങ്ങനൊരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത്രത്തോളം ഇതിന് പ്രാധാന്യം ഉണ്ടെന്നുള്ള മറ്റുള്ള ആളുകളും അല്ലെങ്കിൽ ഓർഗനൈസേഷനും ഒക്കെ ഇത് മനസ്സിലാക്കി തുടങ്ങിയത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് വർക്ക് എൻവയോൺമെൻറ്റ്. ഓരോ ആളുകളും ജോലി ചെയ്യുന്ന അവരുടെ അന്തരീക്ഷം ചുറ്റുപാട് എങ്ങനെ ഇഫക്റ്റ് ഉണ്ടാവുന്നു, ഫാറ്റിഗ്, അവർ എത്രത്തോളം ജോലി ചെയ്ത് ടയേർഡ് ആവുന്നുണ്ട്, റെസ്റ്റ് എത്ര സമയം കിട്ടുന്നുണ്ട്, എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ആഴ്ചയിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു മൊണോട്ടണി ഫീൽ ചെയ്യുന്നുണ്ട്, ഒരേ കാര്യം ചെയ്ത് ഒരു വിരസത ഉണ്ടാവുക, പിന്നെ എന്തൊക്കെയാണ് അവർക്ക് മോണിറ്ററി ആയിട്ട് കിട്ടുന്ന ഇൻസെൻറ്റീവ്, എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്,
എംപ്ലോയീസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ്, ലീഡർഷിപ്പ് എന്തുണ്ട്, അതെല്ലാം പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു സ്റ്റഡി അവിടെ കണ്ടക്ട് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിന് പ്രധാനമായിട്ടും പറയുന്ന പേരാണ് എക്സ്പെരിമെൻറ്റ് ഓൺ ഇല്യൂമിനേഷൻ എന്ന പേര് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം ഈ ചെയ്തിരിക്കുന്നത് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ 2 ഗ്രൂപ്പ്സ്, ഒരു കൺട്രോൾ ഗ്രൂപ്പും ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പുമാണ്. അതിൽ സ്ത്രീകളായിരുന്നു വർക്കേഴ്സ് ഉണ്ടായിരുന്നത്. ഓരോ ഗ്രൂപ്പിലും 6 മെമ്പേഴ്സ് വീതമാണ് ഉണ്ടായത്. അവർ 2 ഡിഫറെൻ്റ് ആയ റൂമിൽ 6 2 ഗ്രൂപ്പുകളാക്കി ഡിഫറെൻറ്റ് റൂമിൽ പണിക്ക് നിയോഗിച്ചു. ഓരോ ഗ്രൂപ്പും പെർഫോമിങ് ദ സെയിം ടാസ്ക്, 2 പേർക്കും ഒരേ വർക്ക് തന്നെയാണ് കൊടുത്തത്. അത് തുടക്കത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റൂംസ് വെർ ഈക്വലി ഇല്യൂമിനേറ്റഡ്, 2 റൂമും ഒരേപോലെ പ്രകാശപൂരിതമായിരുന്നു എന്നുള്ള ഇല്യൂമിനേഷൻ ചെയ്തൊരു റൂമുകളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം 2 ഗ്രൂപ്പ് ഉണ്ട് പറഞ്ഞല്ലോ, ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഒന്ന് കൺട്രോൾ ഗ്രൂപ്പും. ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലേക്ക് വന്നത് സബ്ജക്റ്റഡ് ടു ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് ഇല്യൂമിനേഷൻ. ആ ഇല്യൂമിനേഷനിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് ടീം ഒബ്സർവ് ചെയ്തത് ബോത്ത് ഗ്രൂപ്പ്സ് ആർ കീപ് ആക്യുറേറ്റ് റെക്കോർഡ് ഓഫ് പ്രൊഡക്ഷൻ. 2 ടീമിലും അവരുടെ പ്രൊഡക്ഷൻ ലെവൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പം മനസ്സിലായി ഒരു ഇല്യൂമിനേഷൻ കൊണ്ടല്ല അവർക്ക് ഇങ്ങനെ ഒരു ഇൻക്രീസ് വന്നത്, ബോത്ത് ഗ്രൂപ്പ്സ് ആർ ഇൻക്രീസ്ഡ് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റെന്ത് കാരണങ്ങളാണ് അതിൽ ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടിയത് എന്നുള്ളതാണ് നോക്കുന്നത്. പലതരത്തിലുള്ള എക്സ്പീരിയൻസ് അവർ കണ്ടക്ട് ചെയ്തു മറ്റുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ഒരു സമയത്താണ് എക്സ്പെരിമെൻറ്റ്സ് അവർ നടത്തിയപ്പം വേജ് പേയ്മെൻറ്റിനെ കുറിച്ചും അവരുടെ വർക്കിംഗ് അവേഴ്സ്, റെസ്റ്റ് പീരീഡ്, പിന്നെ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാന്, അതിനൊക്കെ പകരം ഇൻഡിവിജ്വലായിട്ട് ഗ്രൂപ്പിന് ഒന്നിച്ച് കൊടുക്കുന്നതിന് പകരം ഓരോ വ്യക്തിക്ക് അവരുടെ വർക്കിനനുസരിച്ച് കൊടുക്കുക എന്നുള്ള പ്ലാൻ, അതായത് പീസ് റേറ്റ് പ്ലാനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ചേഞ്ചും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പ്രൊഡക്ഷനിൽ ചേഞ്ച് വന്നപ്പം പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് റിഫ്രഷ്മെൻറ്റുകൾ അവർക്ക് കൊടുക്കുക, ടീ, കോഫി, സൂപ്പ്, അതുപോലെ വർക്കിംഗ് അവേഴ്സ് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക, ടോട്ടൽ വർക്ക് ടൈം ഒരാഴ്ചയിൽ കുറച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർ ഔട്ട്പുട്ട് നല്ല രീതിയിൽ കൂടാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങളെയാണ് നമ്മൾ എന്ത് പറയണത്, ഇലൂമിനേഷൻ എന്ന പേരിലിവിടെ അറിയപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫൈൻഡിങ്സ് ഡിറൈവ്ഡ് റിസർച്ച് ടീം മേയോ ഫെൽറ്റ് ദാറ്റ് മാനസികമായിട്ടുള്ള മനോഭാവം വർക്കേഴ്സിൻ്റെ ആ ഒരു പ്രതിഭാസത്തിനോട് അവർ റെസ്പോണ്ട് ചെയ്ത രീതിയായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ഈ എക്സ്പെരിമെൻറ്റ്സിൻ്റെ ആ ഒരു നെറ്റ്വർക്കിൽ ഹെയിൽ ചെയ്തതിൻ്റെ ബേസിൽ ഗ്രേറ്റ് ഇലൂമിനേഷൻ ബിക്കോസ് ഇറ്റ് ഹാഡ് ത്രോൺ ഔട്ട് ദ ന്യൂ ഏരിയാസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അതിലൂടെ പോയപ്പോഴാണ് ഇൻഡസ്ട്രിയൽ റിലേഷനിലെ പുതിയ ഏരിയകളിലേക്ക് കൂടി ഒരു വെളിച്ചം വീശിയത് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്, മാസ് ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാമാണ്. പിന്നെ അവർ നടത്തിയൊരു പരീക്ഷണമാണ് ഒന്നിച്ച ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ള രീതി. ഇതിൽ ചെയ്യുന്നത് വർക്കേഴ്സ് എന്ത് ചെയ്യും, അവരുടെ വ്യൂ പോയിൻറ്റ്സുകൾ നമ്മൾ ചോദിക്കും. ഓരോ മാനേജ്മെൻറ്റ് നടത്തുന്ന പ്രോഗ്രാമിനെ കുറിച്ചും പോളിസികളെ കുറിച്ചൊക്കെ വർക്കേഴ്സിനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷനും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കണം. അപ്പോൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഏകദേശം 21,126 വർക്കേഴ്സിനെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ ഒരു ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഇതിൻ്റെ ഒരു ഫലമായിട്ട് മനസ്സിലായത് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വർക്കേഴ്സ് ആസ് ദേ ഫെൽറ്റ് ബെറ്റർ ത്രൂ ദർ വാസ് നോ മെറ്റീരിയൽ ചേഞ്ച് ഇൻ ദ എൻവയോൺമെൻറ്റ് ആൻഡ് ആസ് നോ റിഫോംസ് വർ ഇൻട്രൊഡ്യൂസ്ഡ്. എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, അവരുടെ ആറ്റിറ്റ്യൂഡാണ് അവിടെ ചേഞ്ച് ആവേണ്ടത് മനസ്സിലായി. ഈ ഒരു അനാലിസിസിലൂടെ ഡാറ്റ റിവീൽ ചെയ്തത് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദ നേച്ചർ ഓഫ് കംപ്ലയിൻറ്റ്സ് ആൻഡ് ദ ഫാക്ട്. യഥാർത്ഥമായ വസ്തുതയും അവരുടെ കംപ്ലയിൻറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അങ്ങനെ സ്റ്റഡി ടീം കൺക്ലൂഡ് ചെയ്തു 2 ടൈപ്സ് ഓഫ് കംപ്ലയിൻറ്റ്സ് ആണ് അവിടെ വരുന്നത്, മാനിഫെസ്റ്റ്, മെറ്റീരിയൽ ആൻഡ് സൈക്കോളജിക്കൽ ലേറ്റൻ്റ്. അപ്പോൾ ഈ ഒരു ടീം റിയലൈസ് ചെയ്തൊരു കാര്യം, കംപ്ലയിൻറ്റ്സ് എക്സ്പ്രസ് ദ ഹിഡൻ ഗ്രീഫ് ഓഫ് ദ വർക്കേഴ്സ് റാദർ ദാൻ ബീങ് സിംബോളിക് ഓഫ് ആക്ച്വൽ ഫാക്ട്. ഒരു യഥാർത്ഥമായ വസ്തുതയുടെ പ്രതീകമായി നിൽക്കുന്നതിനെക്കാട്ടിലും ഒരു ഹിഡൻ ഗ്രീഫ് അവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ദ പ്രീ ഓക്യുപ്പേഷൻ ഓഫ് വർക്കേഴ്സ് വിത്ത് പേഴ്സണൽ പ്രോബ്ലംസ് വിച്ച് മേയോ കോൾഡ് പെസിമിസ്റ്റിക് റിവറീസ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഒബ്സർവേഷണൽ സ്റ്റഡിയാണ്. ഇവിടെ ഒരു 14 എംപ്ലോയീസിനെയാണ് അവർ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്.
ഒരു 14 എംപ്ലോയീസിനുള്ള 3 ഗ്രൂപ്പുകളായിട്ടായിരുന്നു ഇവിടെ തരംതിരിച്ചത്. അതൊക്കെ പരസ്പരം ഇൻ്റർറിലേറ്റഡ് ആയിരുന്നു. അതായത് സോൾഡർ ചെയ്യാനുള്ളത്, അതായത് ടെർമിനൽസിലൊക്കെ വയറിങ് ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ വേജസ് കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാൻ പ്രകാരമായിരുന്നു. ഓരോ മെമ്പർക്കും അവരുടെ ഷെയർ ആയിരുന്നു. ആ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് എത്ര വന്നോ അതിൻ്റെ ഒരു വിഹിതം അതാത് മെമ്പേഴ്സിന് കിട്ടും. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ വർക്കേഴ്സ് ഹാഡ് എ ക്ലിയർ കട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ട് വിച്ച് വാസ് ലോവർ ദാൻ ദ മാനേജ്മെൻറ്റ് ടാർഗറ്റ്. അപ്പോൾ മനസ്സിലായി, മാനേജ്മെൻറ്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അതിനേക്കാട്ടിലും കുറവാണ് ഓരോ എംപ്ലോയീസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ആസ് പെർ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് പ്ലാൻ ഡിഡ് നോട്ട് അലൗ ഇറ്റ്സ് മെമ്പേഴ്സ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഔട്ട്പുട്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് പ്ലാൻ പ്രകാരം ഗ്രൂപ്പിൽ ഒരിക്കലും മെമ്പേഴ്സിന് അവരുടെ ഔട്ട്പുട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും അവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഔട്ട്പുട്ട് വാസ് ഹെൽഡ് ഡൗൺ ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി. എന്നിട്ടൊരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിനെ കുറയ്ക്കേണ്ടി വന്നു. ആ ഗ്രൂപ്പ് ബിക്കേം ഹൈലി ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇറ്റ് യൂസ്ഡ് സോഷ്യൽ പ്രഷർ ടു സെറ്റ് റൈറ്റ് ആൻഡ് ഇയറിംഗ് മെമ്പേഴ്സ് ബൈ മെയിൻറ്റെയിനിങ് എ കോഡ് ഓഫ് കണ്ടക്റ്റ്. ആ ഗ്രൂപ്പിലൂടെയാണ് ഒരു പെരുമാറ്റച്ചട്ടം, കോഡ് ഓഫ് കണ്ടക്റ്റ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് പറയുന്നത്. 4ാമത്തെ പോയിന്റിൽ പറയുന്ന ആബ്സെൻറ്റീസം ഇൻ ഇൻഡസ്ട്രീസ്, അതിന് വേണ്ടിയിട്ടും എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഓൺ ദ ബേസ് ഓഫ് ഹാത്തോൺ എക്സ്പീരിയൻസിൽ സ്റ്റഡി ടീം കണ്ടെത്തിയത് എന്താണ്? ലാക്ക് ഓഫ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്, നാച്ചുറൽ ലീഡേഴ്സ് ടു നിറ്റ് ദ വർക്കേഴ്സ് ഇൻ ടു ടീം. അപ്പോൾ മേയോ സജസ്റ്റ് ചെയ്തത് ഒരു മാക്സിമം എക്സ്റ്റെൻറ്റ് വരേക്ക് മാനേജ്മെൻറ്റ് എപ്പോഴും എൻകറേജ് ചെയ്യണം ഫോർമേഷൻ എന്ത് ഇൻഫോർമൽ ഗ്രൂപ്പുകളെയും ഫോം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. വർക്കേഴ്സിനെ നല്ല രീതിയിൽ അവരുടെ പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യണം, അവരെ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് എ കോഗ് ഇൻ ദ മെഷീൻ. ഒരു മെഷീനിലെ ഒരു കോഗിനെ പോലെ, അതായത് അതിൽ തന്നെ നിരന്തരം വർക്ക് ചെയ്യുന്ന ഒരു വസ്തു, അതിനെപ്പോലെ തന്നെ ഹ്യൂമൻ ബീങ്സിനെ ട്രീറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ലേബർ ഷുഡ് ഡെവലപ്പ് ദ ഫീലിംഗ് ദേ വർ നോട്ട് സബ്ജക്ട് ടു എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ മാനേജ്മെൻറ്റ്. അവർക്ക് തന്നെ തോന്നണം ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഞങ്ങളെ ചൂഷണം ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് വരണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്തൊക്കെയാണ് ഹാത്തോൺ സ്റ്റഡീസിൻ്റെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടിയാണ്. റെസ്പോൺസീവ്നെസ് ടു ടോട്ടൽ വർക്ക് സിറ്റുവേഷൻ. നമുക്ക് നിലവിലുള്ള ജോലിയുടെ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ആയിരുന്നു അവിടെ, ആ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. വർക്ക് ചെയ്യണം, റെസ്റ്റ് പോസസ്, അതേപോലെ തന്നെ എത്ര സമയം റെസ്റ്റ് ചെയ്യാം, എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, ഒരാഴ്ചയിൽ എത്ര വർക്ക് ചെയ്യണം, ഫാറ്റിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇൻസെൻറ്റീവ്സ് എങ്ങനെയാണ്, എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ്, എംപ്ലോയിയുടെ ഓർഗനൈസേഷൻ്റെയും ബോത്ത് ഫോർമൽ ഇൻഫോർമൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഒക്കെ കൃത്യമായിട്ട് ഇൻറ്റിമേറ്റ്ലി റിലേറ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ എല്ലാം അവർ സ്ട്രെസ് ചെയ്തത് വർക്കേഴ്സ് ഷുഡ് റെസ്പോണ്ട്. ഈ പറഞ്ഞ സാഹചര്യങ്ങൾ കൊടുക്കുമ്പം തീർച്ചയായിട്ടും അവരുടെ വർക്ക് സിറ്റുവേഷനിൽ കൊടുക്കുമ്പം അതിനോടുള്ള ഒരു പ്രതിപ്രവർത്തനം, റെസ്പോൺസ് അവിടെ വർക്കേഴ്സിൽ ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടെത്തിയത്. 2ാമത്തെ പോയിന്റിൽ പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻ മോട്ടിവേഷൻ. മേയോ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ ഫാക്ടേഴ്സിന് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു വർക്കിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു പരിധി വരേക്കും ഇൻഫോർമൽ ആയിട്ടുള്ളൊരു സോഷ്യൽ പാറ്റേണിലെ വർക്ക് ഗ്രൂപ്പിലാണ്. കാരണം അവിടെ കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് ആൻഡ് കോപ്പറേറ്റീവ്നെസ് ഉണ്ട്, വളരെ ഹൈ ഔട്ട്പുട്ട് അവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫിസിക്കൽ കണ്ടീഷന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടുതലായിട്ടും എംഫസൈസ് ചെയ്തിരിക്കുന്നത് എന്താണ്? റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ വർക്ക്. ഒരു വർക്കിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം സക്സസ്ഫുൾ ആക്കുന്നുണ്ട് ഓർഗനൈസേഷൻ്റെ ഗോളിനെ, ഇതിനെക്കുറിച്ചൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 3ാമത്തെ പോയിന്റ് പറയുന്നത് ഹ്യൂമൻ ഗ്രൂപ്പിൻ്റെ പ്രാധാന്യം എന്താണ്? ഹാത്തോൺ സ്റ്റഡീസിൽ പറയുന്നുണ്ടല്ലോ കൃത്യമായി ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഹ്യൂമൻ റിലേഷൻ ഭയങ്കര സ്ട്രോങ്ങർ ഇൻഫ്ലുവൻസ് അവരുടെ ഫോർമൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് എത്രത്തോളം അവർ തമ്മിൽ കോപ്പറേഷൻ ഉണ്ട്, കൊഹസീവ്നെസ് ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ് അവരുടെ പെർഫോമൻസ് അത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. മേയോ ഇൻസിസ്റ്റ് ചെയ്യുന്നതും മാനേജ്മെൻറ്റിനോട് അത് തന്നെയാണ്. റെക്കഗ്നൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഇൻഫോർമൽ അസോസിയേഷൻ. നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്രത്തോളം ഇൻഫോർമൽ അസോസിയേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ലീഡർഷിപ്പ് നമുക്കറിയാലോ, കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യണം. ഒരു ലീഡർ റെക്കഗ്നൈസ് ചെയ്യണം ഗ്രൂപ്പ് വർക്കിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. ആ ഓരോ ഗ്രൂപ്പിലുള്ള എംപ്ലോയറുടെ ബിഹേവിയർ, അതുപോലെ തന്നെ അവരുടെ സെൻറ്റിമെൻറ്റ്സ്, ഫീലിങ്സ് ഇതെല്ലാം മനസ്സിലാക്കണം. ആൻഡ് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ, ടേക്ക് കെയർ ഒക്കെ കൊടുക്കണം. സൈക്കോളജിക്കലായിട്ടും മനഃശാസ്ത്രപരമായിട്ടും സാമൂഹികപരമായിട്ടും
വർക്കേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കണം എന്നുള്ളതാണ് പറയുന്നത്. 5ാമത്തെ പോയിന്റിലാണ് സൂപ്പർവിഷൻ പറയുന്നത്. കൃത്യമായിട്ട് ഓരോ ആളുകൾക്കും കൊടുത്തിരിക്കുന്ന വർക്ക് പ്രൊഡക്ടിവിറ്റി അതുപോലെ വളരെ ഫ്രണ്ട്ലി രീതിയിൽ കോപ്പറേറ്റീവായിട്ട് റിലാക്സ്ഡ് സൂപ്പർവൈസർ ആയിട്ട് നോക്കണം, സൂപ്പർവൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഒരു അധികാരം കാണിക്കുന്ന ഒരാളായിട്ട് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. 6ാമത്തെ പോയിന്റ് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അവരുടെ വ്യൂ പോയിന്റ്സും ഫീലിങ്സും ഗ്രീവൻസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. 2-വേ കമ്മ്യൂണിക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് പറയുന്നത്. എന്നാലാണ് ആളുകളുടെ കോപ്പറേഷൻ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2 ആളുകളെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തങ്ങളെക്കുറിച്ച് പഠിച്ചത്. ഒന്ന് മേരി പാർക്കർ ഫോളറ്റും പിന്നെ അതേപോലെ തന്നെ എൽട്ടൺ മെയോനെ കുറിച്ചും. അപ്പോൾ അവർ 2 പേരുടെയും കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിലും ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് വ്യക്തികളുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ ഹാവ്തോൺ സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഫൈൻഡിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി ഇതിൽ നിന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആൻഡ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ത്രോട്ടിൻ്റെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ്, എനിക്കറിയാം കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. എന്നിരുന്നാലും ഞാൻ വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയത്ത് കംപ്ലീറ്റ് ആവില്ല എന്നുള്ളത് കൊണ്ടാണ് കുറച്ചൊരു സ്ട്രെയിൻ എടുത്തിട്ടും ഇതൊന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യുക. പരമാവധി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.